ഇതാണ് ബൗൺസ് ഇൻഫിനിറ്റി E1 ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്ററി സ്വാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഒറ്റ ചാർജിൽ 85 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി സിസ്റ്റം വരുന്നത്. നമുക്കിത് സ്വാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓൾറെഡി എറണാകുളത്ത് സ്വാപ്പിംഗ് ഫെസിലിറ്റി 2 സ്ഥലങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ സാധാരണ പെട്രോൾ തീരുമ്പോൾ പെട്രോൾ ഫില്ല് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു വാഹനവും കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ബാറ്ററി നമുക്ക് സ്വാപ്പ് ചെയ്തുകൊണ്ട് ചാർജ് തീരുന്ന ആ ഒരു മുറയ്ക്ക് അടുത്തുള്ള സ്വാപ്പിംഗ് സെൻറ്ററിൽ ചെന്ന് ബാറ്ററി സ്വാപ്പ് ചെയ്ത് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്കൊരു റൗണ്ട് ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാം. അതിൽ DRL ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് 2 ഇൻഡിക്കേറ്റർ ലാമ്പ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് എലമെൻറ്റുള്ള പാറ്റേൺ നൽകിയിട്ടുണ്ട്. ചെറിയ വീലാണ്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഹബ് മോട്ടർ ഫെസിലിറ്റി ഡ്രിവണാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 85 കിലോമീറ്ററാണ് ഒറ്റ ചാർജിൽ കാണിക്കുന്നത്. 3 മോഡുകളുണ്ട്. പവർ, ഇക്കോ, ഡ്രാഗ് എന്ന് പറഞ്ഞ മോഡ് നമ്മളിപ്പം പഞ്ചറൊക്കെ ആയ സമയത്ത് വാഹനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്, അതായത് തീരെ പവർ ഇല്ലാത്ത സമയത്ത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോകാനായിട്ടാണ് ഡ്രാഗ് എന്ന് പറഞ്ഞ മോഡ്. എക്കോ മോഡിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് 85, ഇപ്പോൾ 59 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. ഫുൾ ചാർജിൽ 85 കിലോമീറ്റർ റേഞ്ച് ഒറ്റ ചാർജിൽ നമുക്ക് കിട്ടും. പവർ മോഡിലേക്ക് ഇടുകയാണെങ്കിൽ 46 കിലോമീറ്ററാണ് പവർ മോഡിലേക്ക് ഇടുന്നത്. കൂടാതെ നമുക്ക് റിവേഴ്സ് മോഡ് എന്നുള്ള ഒരു ഫെസിലിറ്റി, ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം കാണുന്ന ആ ഒരു ഫെസിലിറ്റി ഒരു വാഹനത്തിലുണ്ട്. വലിപ്പമുള്ള 2 മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഹെഡ്ലാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹോണാണ് വരുന്നത്. ബാറ്ററി സ്വാപ്പിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ബാറ്ററി ഇതിനകത്ത് പ്ലേസ് ചെയ്തേക്കുന്നതുകൊണ്ട് സ്റ്റോറേജ് സ്പേസ് വളരെ കുറവാണ്. നമുക്കൊരു ഹെൽമെറ്റ് ഇതിനകത്ത് കൊള്ളുപോകുന്ന സംശയമാണ്. ഹെൽമെറ്റ് കൊള്ളൂല. ബാക്കിലേക്ക് വരുമ്പോഴും ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ LED എലമെൻറ്റ്.
ഈ ഒരു വാഹനം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അതായത് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ, സിറ്റി യാത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡെയിലി ഓഫീസ് കമ്മ്യൂട്ടിനോ അല്ലെങ്കിൽ നമുക്ക് സാധനം മേടിക്കാനായിട്ട് പുറത്ത് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു സ്മോൾ സ്കൂട്ടർ എന്നൊക്കെ ഇതിനെ വേണമെങ്കിൽ വിളിക്കാം. സ്റ്റോറേജ് സ്പേസ് ഇല്ല എന്നുള്ളത് മറ്റൊരു ഡ്രോബാക്കാണ്. കാര്യം ഇപ്പോഴത്തെ EVയിൽ നമുക്കറിയാം ഫ്ലോർ പാഡിൻ്റെ അടിയിലൊക്കെയാണ് ബാറ്ററി വരുന്നത്. എന്നാൽ ഈ ഒരു വാഹനത്തിൽ ആ ഒരു ബാറ്ററി സീറ്റിനടിയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റി ഫ്ലോറിൻ്റെ അടിയിലൊക്കെ കൊടുത്തിരുന്നെങ്കിൽ വളരെ മനോഹരമായിരുന്നു. ബട്ട് സ്വാപ്പിംഗ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അത് പോസിബിൾ അല്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ബട്ട് എന്നാലും നമുക്ക് ആ ഒരു സീറ്റിനടിയിൽ സ്റ്റോറേജ് സ്പേസ്, ഒരു ഹെൽമെറ്റ് പോലും കൊള്ളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ് ഉള്ളത്. എത്രമാത്രം ഒരു ഡെയിലി യൂസിൽ നമുക്കത് എഫക്റ്റീവ് ആവും എന്ന് നമുക്കത് കണ്ടറിയണം. 3 വർഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്ററാണ് വാഹനത്തിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ലോങ് റേഞ്ചിന് പറ്റുന്ന വാഹനമല്ല, സിറ്റി യാത്രയ്ക്ക് മാത്രമേ ഈ ഒരു വാഹനം പറ്റുള്ളൂ. ഇതിൻ്റെ മറ്റ് വെർഷൻസിൽ ലോങ് റേഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി പോസിബിൾ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇത്രയൊക്കെയാണ് ബൗൺസ് ഇൻഫിനിറ്റി EV ഇലക്ട്രിക് സ്കൂട്ടർ E1 എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എറണാകുളത്ത് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡീലർഷിപ്പിൽ നിന്ന് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ എടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോയ്ക്ക് നേരെ കമൻറ്റ് ചെയ്യുക വാഹനം ഡ്രൈവ് ചെയ്തതിന് ശേഷം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വാഹന ശിക്ഷണമായി കാണാം. അതുവരെ അവർക്കും നന്ദി, നമസ്കാരം.